ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമ്മൂസ് വേൾഡ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ത്രെഡ് ബേബി സോഫ്റ്റ് ത്രെഡ് എന്നാണ് പറയുന്നത്. ഇതൊരു പ്രത്യേക തരം ഡിസൈനാണ്. ത്രെഡിനകത്ത് തന്നെ ഇങ്ങനെ ഡോട്ട് വരുന്ന ടൈപ്പിൽ ഒരു 3 കളേഴ്സിൽ പിങ്ക്, ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, ഇതിലിങ്ങനെ ഡോട്ടായിട്ട് വരുന്ന ഒരു ടൈപ്പ് ത്രെഡാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇതിൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ബേബി ഗേളിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാപ്പാണ്. നമ്മൾ ആദ്യം മാജിക് സർക്കിൾ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാജിക് സർക്കിൾ ഇട്ട് 3 ചെയിൻ ഇട്ട് സർക്കിളിനകത്തായിട്ട് നമ്മൾ ഡബിൾ ക്രോച്ചറ്റ് ആണ് ചെയ്യുന്ന സ്റ്റിച്ച്. നീഡിലിൻ്റെ മുകളിൽ ത്രെഡ് എടുത്ത് 2 റിങ്സിനകത്തൂടെ എടുത്ത് വീണ്ടും 2 റിങ്സിനകത്തൂടെ എടുക്കുന്ന സ്റ്റിച്ച്, അതിന് നമ്മൾ ഡബിൾ ക്രോച്ചറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ സർക്കിളിനകത്ത് ടോട്ടൽ നമുക്ക് 14 എണ്ണം വേണം. 13 ഡബിൾ ക്രോച്ചറ്റ് പ്ലസ് ആദ്യം ഇട്ട 3 ചെയിൻ സ്റ്റിച്ച്. ആ 3 ചെയിൻ സ്റ്റിച്ചും ഇൻക്ലൂഡായിട്ട് വരുമ്പോൾ 14 എണ്ണം ടോട്ടൽ വരും. 14 ഡബിൾ ക്രോച്ചറ്റ് ഇട്ടതിന് ശേഷം ഈ ത്രെഡ് സർക്കിൾ നന്നായിട്ട് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത 3 ചെയിൻ, മൂന്നാമത്തെ ചെയിനിന് മുകളിൽ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഇത് യോജിപ്പിക്കുക ഏറ്റവും മുകളിൽ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സെക്കൻഡ് റോയിൽ ആദ്യം വീണ്ടും 3 ചെയിൻ ഇട്ട് ആ സെയിം സ്റ്റിച്ചിനകത്ത് തന്നെ ഒരു ഡബിൾ ക്രോച്ചറ്റ് കൂടെ ഇടുക. ഓരോ ഡബിൾ ക്രോച്ചറ്റിനകത്തും 2 അതായത് ഒരു ഡബിൾ ക്രോച്ചറ്റിൻ്റെ മുകളിൽ വരുന്ന ചെയിനിനകത്ത് 2 ഡബിൾ ക്രോച്ചറ്റ് ചെയ്തു പോകണം. നമ്മളിത് ഇത്തിരി വലുതാക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, എല്ലാ സ്റ്റിച്ചിന് മുകളിലും 2 എണ്ണം വീതം. ഇപ്പം നമ്മൾ ടോട്ടലായിട്ട് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും ആദ്യം ഇട്ടിട്ടുള്ള 3 ചെയിനിൻ്റെ മുകളിലത്തെ ചെയിനിൽ ആസ് യൂഷ്വൽ നമ്മളത് യോജിപ്പിക്കുന്നു. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് യോജിപ്പിച്ചു. ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യമായിട്ട് 14 പിന്നെ ഡബിളായിട്ട് 14 വന്നു. അപ്പോൾ 28 സ്റ്റിച്ച് വരും. വീണ്ടും നമ്മൾ 3 ചെയിൻ ഇട്ട് അടുത്ത ചെയിനിനകത്ത് ഒരു ഡബിൾ ക്രോച്ചറ്റ് ഇട്ടതിന് ശേഷം ഒരു ചെയിൻ, എന്നിട്ട് വീണ്ടും അടുത്ത ഡബിൾ ക്രോച്ചറ്റിനകത്ത് ഒരു ഡബിൾ ക്രോച്ചറ്റ്, അടുത്തതിനകത്ത് ഒരെണ്ണം, ഇങ്ങനെ 2 ഡബിൾ ക്രോച്ചറ്റ് ഓരോ ചെയിനിന് മുകളിലും ഇടുക. എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിനായിട്ട് നമ്മൾ 1 ചെയിൻ കൂടെ ഇടണം. 2 ഡബിൾ ക്രോച്ചറ്റ് ഇടുക, വീണ്ടും ഒരു ചെയിൻ ഇടുക, വീണ്ടും 2 ഡബിൾ ക്രോച്ചറ്റ് ഇടുക. ഇൻക്രീസും ഡിക്രീസും ഒന്നുമില്ല, സെയിം ആയിട്ട് വരുന്ന ചെയിനിൻ്റെ മുകളിൽ തന്നെയാണ് ചെയ്തു പോകുന്നത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഒരു ചെയിൻ ഇട്ടതിൻ്റെ ശേഷം ആദ്യം ഇട്ട 3 ചെയിനിനകത്ത് യോജിപ്പിച്ചു. ഓക്കെ, ഇത് ഇനി നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 3 ചെയിൻ ഇടുക, അടുത്ത ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോച്ചറ്റ് ഇടുക. മീൻസ് അപ്പോൾ നമുക്ക് ഒരു സെറ്റായിട്ട് 3 ഡബിൾ ക്രോച്ചറ്റ് വരും. ഇതുപോലെ 3 എണ്ണം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഒരു ചെയിൻ ഇടുക. ദെൻ വീണ്ടും അടുത്ത ഇതിനകത്ത് ഒരു ഡബിൾ ക്രോച്ചറ്റ്, ദെൻ അടുത്തതിനകത്ത് 2 എണ്ണം. അറൗണ്ട് ചെയ്ത് വരുമ്പോൾ 3 ഡബിൾ ക്രോച്ചറ്റും ആ 3 ഡബിൾ ക്രോച്ചറ്റ് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ, അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇത് റൗണ്ട് ചെയ്തിട്ട് ചെയ്തെടുക്കുക. മൂന്ന് ഡബിൾ ക്രോച്ചറ്റ്, അത് കഴിഞ്ഞ് 1 ചെയിൻ. ഇത് നമ്മൾ അറൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും ആദ്യം ഇട്ടിട്ടുള്ള 3 ചെയിനിൽ മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് യോജിപ്പിക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ 3 ചെയിൻ ഇട്ടതിൻ്റെ ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം സ്റ്റിച്ചിനകത്ത് തന്നെ നമ്മൾ 2 ഡബിൾ ക്രോച്ചറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റിനകത്ത് ഒരെണ്ണം. അപ്പോൾ നമ്മൾക്ക് 3 ഡബിൾ ക്രോച്ചറ്റിൻ്റെ മുകളിൽ 4 എണ്ണം വരും. വീണ്ടും നമ്മളൊരു ചെയിൻ ഇട്ട് അടുത്തത് ഇതുപോലെ തന്നെ ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റിച്ചിൻ്റെ മുകളിൽ 1 ഡബിൾ ക്രോച്ചറ്റും രണ്ടാമത്തതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോച്ചറ്റും നമുക്ക് 4 എണ്ണം കിട്ടും. ദെൻ 1 ചെയിൻ. ഇതുപോലെ തന്നെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക.
നമ്മളിപ്പോൾ ക്യാപ്പിൻ്റെ ക്രൗൺ ഏരിയ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ സൈസ് കൂട്ടാനാണ് നമ്മളിങ്ങനെ ഓരോ റൗണ്ടിലും സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. പക്ഷെ നമ്മൾ ചെയിൻ ഇടുന്ന ഗ്യാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അപ്പോഴാണ് ഡിസൈന് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുക. നമ്മൾ 4 ഇട്ടിട്ടുള്ള ഡബിൾ ക്രോച്ചറ്റിൻ്റെ ഇത് കഴിഞ്ഞു. 1 ചെയിൻ ഇട്ട് സെയിം 3ാമത്തെ ചെയിനിൻ്റെ മുകളിൽ യോജിപ്പിച്ചു. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ഈ 4 ഡബിൾ ക്രോച്ചറ്റിൻ്റെ മുകളിൽ 5 സ്റ്റിച്ച് വരും. നമ്മൾ ആദ്യം 3 ചെയിൻ ഇട്ട്, ഈ 3 ചെയിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ ക്രോച്ചറ്റിന് ഈക്വൽ ആണ് 3 ചെയിൻ സ്റ്റിച്ച് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റിച്ചിനകത്ത് നമ്മൾ സിംഗിൾ തന്നെയാണ് ഡബിൾ ക്രോച്ചറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്തതിനകത്ത് ചെയ്യുമ്പോൾ സെയിം സ്റ്റിച്ചിനകത്ത് തന്നെ 2 എണ്ണം ചെയ്യുക. എന്നിട്ട് ലാസ്റ്റത്തതിനകത്തും 1 എണ്ണം ചെയ്യുക. ഇപ്പോൾ നമുക്ക് 5 എണ്ണം കിട്ടും ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ചെയിൻ, ഈ ചെയിനിൻ്റെ ഗ്യാപ്പ് ഇടാനും മറക്കരുത്. അപ്പോൾ ഡിസൈന് ക്ലിയർ അല്ലാണ്ട് പോവും. നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈനിലാണ് ചെയ്യുന്നത്. ഇത് വീണ്ടും നമ്മൾ ആദ്യത്തെ 2 എണ്ണത്തിൽ ഓരോന്ന് വീതം ഇടുക, 3ാമത്തേതിനകത്ത് 2 എണ്ണം ഇടുക, വീണ്ടും 4ാമത്തേതിനകത്ത് 1 എണ്ണം ഇടുക. അപ്പോൾ 5 എണ്ണം കറക്റ്റായിട്ട് ഈ സെയിം ലെവലിൽ ഈ സെയിം പാറ്റേൺ നമ്മൾ ഇത് റൗണ്ട് ചെയ്തിട്ട് ചെയ്തെടുക്കുക. ഈ ഒരു മെത്തേഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അഡൾട്ടിൻ്റെ ക്യാപ്പാണെങ്കിലും ബേബീസിൻ്റെ തന്നെ വലിയ സൈസ് ആണെങ്കിലും. ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 6 month to 9 month വരുന്ന ബേബീസിൻ്റെ ക്യാപ്പാണ്. നമ്മളിപ്പോൾ അഡൾട്ടിൻ്റെ സൈസിൽ ഈ സെയിം പാറ്റേൺ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെയിം ഡിസൈൻ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ റൗണ്ട് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടി ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ 5 എണ്ണം ഇട്ടിട്ടുള്ള റൗണ്ട് കംപ്ലീറ്റഡ് ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നില്ല, ഈ 5 എണ്ണം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓരോ സിംഗിൾ ചെയിനിൻ്റെ മുകളിലും ഓരോ ഡബിൾ ക്രോച്ചറ്റ്. കാരണം ഇത് ബേബി സൈസ് ആയതുകൊണ്ട് നമുക്ക് ഇത്ര മതി. ഇതിപ്പോൾ അഡൾട്ടിൻ്റെ സൈസിലാണെങ്കിൽ നമ്മൾ ഇവിടെ വീണ്ടും ഇൻക്രീസ് ചെയ്യുക. 6, 7, 8 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസിൻ്റെ ഇത് കൂടും, ക്രൗണ് വലുതായി വരും. ബേബീസിൻ്റെ തന്നെ ക്രൗൺ നമുക്ക് 5 inch to 5.5 inch മതി. അതുകൊണ്ട് ഇത്രയും റൗണ്ടിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. 5 ഡബിൾ ക്രോച്ചറ്റിൻ്റെ ഇത് റൗണ്ട് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യാതെ 5 തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള റൗണ്ട് കംപ്ലീറ്റഡ് ആയി. 1 ചെയിൻ കൂടെ ഇട്ടിട്ട് നമ്മളിത് യോജിപ്പിക്കാം. ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന ത്രെഡിനെയും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന നീഡിലിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റൗണ്ട് 5 വരുമ്പോൾ തന്നെ ഈ ഒരു വിഡ്ത്തിൽ കിട്ടുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നീഡിൽ 3.5 mm ആണ്. ഇതിപ്പോൾ കറക്റ്റായിട്ട് 5.5 inch വന്നിട്ടുണ്ട്. ഇത് മതി, ഇത്രയും മതി. ബേബീസിൻ്റെ 6 to 9 month ഉള്ള ബേബി, 1 year വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു സൈസിൽ മതിയാകും. ഇനി നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലേക്ക് ഈ സെയിം സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യണം. ഈ 5 എന്നുള്ളത് എത്ര ലെങ്ത് ആണോ നമുക്ക് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ചെയ്തെടുക്കുക. 5 ഡബിൾ ക്രോച്ചറ്റ് 1 ചെയിൻ. ഈ സ്റ്റിച്ച് ഒരു 10 എക്സ്ട്രാ ഞാൻ ചെയ്തിട്ടുണ്ട്, 10 times ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും 6 to 9 month ബേബീസിൻ്റെ ക്യാപ്പിന് വരേണ്ട ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 to 6.5 inch ലെങ്ത്ത് മതിയാകും. അതല്ല ഇനി അതിൻ്റെ എൻഡിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നതൊക്കെ സ്റ്റൈലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ലെങ്ത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ലെങ്ത്ത് 6.5 inch വരുന്ന അത്രയും ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എൻഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രെഡ് ഇത്തിരി ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ഹൈഡ് ചെയ്ത് അകത്തേക്ക് ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ബാക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് അഴിഞ്ഞു പോവാതിരിക്കണം. കാരണം നമ്മളിത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വാഷൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ എൻഡിൽ കൊണ്ടുപോയി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഴിഞ്ഞു പോരാനുള്ള ഒരു ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഒരു 4-5 സ്റ്റിച്ച് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്തതിൻ്റെ ശേഷം വേണം
ആ ലെങ്ത്തിനുള്ള ത്രെഡ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എഡ്ജാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഈ യെല്ലോ കളർ ത്രെഡിനകത്ത് വേറെ 3 കളർ ഡോട്ട് വരുന്ന സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ആ ഡോട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കളറിൽ നമുക്ക് എഡ്ജ് ചെയ്യാം. അതല്ല ഇനി എഡ്ജ് സ്റ്റിച്ച് വേണ്ട എന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഇത് ഓൾറെഡി നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള ത്രെഡാണ്. ഞാനിതിനകത്ത് പിങ്ക് കളർ, ഇതിനകത്ത് ലൈറ്റ് പിങ്ക് ഡോട്ട് വരുന്നത് കൊണ്ട് പിങ്കാണ് എടുത്തിട്ടുള്ളത്. നമ്മളെടുത്ത് ത്രെഡ് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ സൈഡിൽ കുറച്ച് ലെങ്ത് ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് സിംഗിൾ ക്രോച്ചറ്റാണ് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എഡ്ജാണ് ചെയ്യുന്നത്. ഡിസൈൻ ഇട്ടിട്ടോ അങ്ങനെയല്ല ചെയ്യുന്നത്. ജസ്റ്റ് എല്ലാ ചെയിനിനകത്തും നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ ക്രോച്ചറ്റ് എന്നുള്ള രീതിയിൽ അറൗണ്ട് ചെയ്ത് ചെയ്യാം. നമ്മൾ ചെയിനിൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൊരു സ്പേസിനകത്താണെങ്കിലും ഇത് ചെയ്തു പോകണം. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പാണിത്. ഡിസൈൻഡ് ആയിട്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിസൈനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള വർക്കല്ല. സ്റ്റിച്ച് നമുക്ക് ബേസ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ്. ഇനി നമ്മൾ ലാസ്റ്റിൽ എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നമ്മൾ ലാസ്റ്റിൽ വന്ന് ലെങ്ത്ത് കുറച്ച് അധികം ഇട്ടതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് ഹൈഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഏത് ക്രോച്ചറ്റ് ഏത് തരം സ്റ്റിച്ച് എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും ഫ്ലവർ ആയാലും ഡ്രസ്സ് ആയാലും ക്യാപ്സ് ആണെങ്കിലും എൻഡിൽ വരുന്ന ത്രെഡ് എപ്പോഴും ഇത്ര ലെങ്ത്തിൽ കട്ട് ചെയ്ത് അകത്തേക്ക് ഇതുപോലെ ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. പെട്ടെന്ന് അഴിഞ്ഞു പോരാതിരിക്കാനും ഇത്തിരി ലോങ് ലാസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ക്രോഷ്യയുടെയൊക്കെ ഐറ്റംസ് ഒരിക്കലും ഇത് കളറ് മങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ചീത്തയായി പോവുകയൊന്നും ചെയ്യില്ല. ഈ ക്രോഷ്യൻ്റെ വൂളൻ ത്രെഡിൻ്റെ ഐറ്റംസ് യൂസ് ചെയ്യുന്നവർക്കറിയാം, നല്ല ലൈഫുള്ള ഐറ്റംസ് ആണ് അത്. കളേഴ്സ് ആണെങ്കിലും പോവില്ല. അപ്പം നമുക്ക് ഇത്തിരി ലോങ്ങിലിരിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. നമുക്ക് വല്ല ഫ്ലവേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റെഡിയായി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.